ഹായ്, ഗ്രീൻലീഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇതിന് മുന്നേ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ലോട്ടസ് ആണ്, എന്നാൽ ഇത് അഗ്ലോണിമയാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ അഗ്ലോണിമ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരെടുത്തുനിന്നാണ് മേടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇതുവരെ മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള സന്ദീപ് രാജ്, തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പ്ലാന്റ്സ് വാങ്ങിക്കാറുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓരോ പ്ലാന്റിൻ്റെ റേറ്റും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതുവരെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റ് അയച്ച് നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ കയ്യിൽ ഇതുവരെ എനിക്ക് അയച്ചത് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ പ്ലാന്റും സെപ്പറേറ്റ് ആയിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഫിനൊന്നും ഒരു കേടും പറ്റില്ല. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പ്ലാന്റ് കിട്ടും. ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ള എല്ലാ പ്ലാന്റും എനിക്ക് നല്ല ഫ്രഷായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടോ, ലീഫിനൊന്നും ഒരു കേടും വന്നിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ID വന്നിട്ട് റെഡ് ഗോൾഡ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 450 ആണ്. അടുത്ത പ്ലാന്റ് വളരെ സ്പെഷ്യൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ID വന്നിട്ട് ഗോൾഡൻ സിയാം എന്നാണ്. ഇത് ഞാൻ വേറൊരു പ്ലാന്റ് അവന് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അടുത്ത പ്ലാന്റ് 2 പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒന്നിൽ തന്നെ 2 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഹെങ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ID, അതിൻ്റെ റേറ്റ് വന്നിട്ട് 250 ആണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പ്ലാന്റ്, അതിന് 400 ആണ് റേറ്റ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, അത്യാവശ്യം വലിയ പ്ലാന്റുമാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് അതും ഒരു 2 പ്ലാന്റ് ഉണ്ട്. കോബ്ര എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രോസൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്ലാന്റുമാണ്. കോബ്രയുടെ റേറ്റ് 500 ആണ്. ഫ്രോസൻ്റെ റേറ്റ് 450 ആണ് കേട്ടോ. ഇതിൽ ഒരു പ്ലാന്റും കൂടി ഉണ്ട്. അത് ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ്, മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഈ കവറിൽ നിന്ന് എടുത്താലേ കാണാനായിട്ട് പറ്റുള്ളൂ. അത്രയും ചെറിയൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 400 ആണ്. അത് ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനെ ഓരോന്നും കവറിലാക്കി വെച്ചുകൊണ്ട് ചകിരിച്ചോറ് വെച്ചിട്ടാണ് അവന് ഇത് കവറിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട് പ്ലാന്റൊക്കെ. ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല പ്ലാന്റ്സാണ് എല്ലാം തന്നെ. അഗ്ലോണിമ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എത്ര സൈസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നവരോടാണെങ്കിൽ നമുക്ക് മേടിക്കാം. അല്ലാതെ പുതുതായിട്ട് നമ്മൾ ആരെടുത്തെങ്കിലും പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ എത്രത്തോളം വലുപ്പമുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ. പിന്നെ നമ്മളെ കയ്യിലെത്തിക്കഴിയുമ്പോൾ കുഞ്ഞു പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇലപ്പേന് അങ്ങനെ വല്ല അസുഖങ്ങളും ഉണ്ടോ എന്നുള്ളതൊക്കെ ഇല്ല എന്നുള്ള കൺഫേം ആയതിനു ശേഷം മാത്രം വാങ്ങിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മിനിയേച്ചറാണ് കേട്ടോ. ഇതിന് 400 ആണ് റേറ്റ്. നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഇത് കണ്ടോ, അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്, ചെറുതൊന്നുമല്ല. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. 6-7 ലീഫുണ്ട്. ഇത് കോബ്രയാണ്. കോബ്രേൻ്റെ കണ്ടോ, ഇതിലൊരു ബേബി പ്ലാന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രോസണിലും വരുന്നുണ്ട് കേട്ടോ ബേബി പ്ലാന്റ്. അത്യാവശ്യം നല്ല മെച്യൂർഡായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമുക്ക് ഇനിയും പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടോ, അതുപോലെ തന്നെയാണ്. അത്യാവശ്യം മെച്യൂർഡായിട്ടുള്ള പ്ലാന്റാണ്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ സിയാം, അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ.
നല്ല ഭംഗിയുള്ള ലീഫാണ്. എന്താ പറയുക, നല്ല ലീഫിൻ്റെ സൈസ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. നല്ലൊരു പോട്ട് മിക്സ് എങ്ങനെ തയ്യാറാക്കാം, അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സന്ദീപുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നതാണ്. അവൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.